ഇപ്രാവശ്യം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടെയ്നർ നിറയെ മിൽക്കി വൈറ്റ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാന്നുള്ള കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മിൽക്കി വൈറ്റ് മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തൊരു മെറ്റീരിയലാണ് ഇത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ കല്ലിൽ അത്യാവശ്യം നല്ല വൈറ്റ്നസ് കല്ല്, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേട്ടോ. കാരണം ഇതിനേക്കാളും പ്രൈസ് കൂടിയ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഒരു ബഡ്ജറ്റിന് ഇപ്പോൾ നമ്മളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് മാർബിൾ വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല വൈറ്റ്നസ് ഉള്ള കല്ല് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് വരാനും പാടില്ലല്ലോ. അപ്പോൾ അതിൽ ചൂസ് ചെയ്ത മെറ്റീരിയൽ ഇത്. ഇതിനകത്ത് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, ചില കല്ലുകളിൽ ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. ഇല്ല നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ ഇതിന്റെ ബേസ് പക്ക മിൽക്ക് വൈറ്റ് ആണ്. ആർക്കെങ്കിലും ഇത് ഈ കാണുന്ന പോലെ തന്നെ ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡൊക്കെ കല്ലിനകത്ത് വരും. ഈ കല്ലിന്റെ പോളിഷ് നിൽക്കുന്ന ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിൽ നല്ല വൈറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലോറിങ്ങിന് നമ്മളവരോട് അഡ്വൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഏരിയ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആ പോളിഷുള്ള ഭാഗത്തുള്ള കല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബെഡ്റൂം, കിച്ചൺ ഈ ഭാഗത്തേക്കൊക്കെ ഇതുപോലത്തെ കുറച്ച് ഡാർക്കുള്ള ഷെയ്ഡുകൾ ഉണ്ടാവും. കാരണം ഇതൊരു ബ്ലോക്ക് നമ്മൾ കോറിന്ന് ഞാൻ മുമ്പൊക്കെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കോറിന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന കോറിന്ന് മൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല ഇതിനകത്ത് എന്താണ് ഡിസൈൻസും കാര്യങ്ങളെന്നുള്ളത്. അതിനുശേഷം ആ ബ്ലോക്ക് ഫാക്ടറിയിലെത്തി അത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കല്ലിന്റെ ഡിസൈൻസും കാര്യങ്ങളും കാണാം. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ കല്ലിന് ഭയങ്കര എക്സ്പെൻസീവ് ആയ കല്ലാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന കല്ല് കേട്ടോ. മാർക്കറ്റിൽ കിട്ടുന്നതിൽ വൈറ്റിനകത്ത് അവരവിടെ പറയുന്നത് വൈറ്റ് എന്നാണ് മാത്രമേ പറയുന്നത്. ഗ്രേ ഷെയ്ഡ് കാണിച്ചു കൊടുത്താൽ അവർ പറയും ഇതാണ് വൈറ്റ്, അത്രയേ പറയുന്നുള്ളൂ. കാരണം അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരും. കാരണം വൈറ്റ്നസ് കൂടുതൽ കല്ലിന് സോഫ്റ്റ്നസ് കൂടും. അത് പൊതുവെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടപ്പോൾ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലിന്റെ വൈറ്റ്നസ് കൂടുമ്പോൾ കല്ല് ഉറപ്പ് കുറയില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും കുറയും കേട്ടോ. കാരണം അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കല്ല് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് മഞ്ഞ കളറാവും. അപ്പോൾ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് നല്ല വൈറ്റ്നസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കല്ല്, ഈ കല്ല് സോഫ്റ്റ് ആവുന്നവരും കല്ലിന് വൈറ്റ്നസ് കൂടുന്നവരും കല്ലിന് തണുപ്പും കാര്യങ്ങളൊക്കെ കൂടും കേട്ടോ. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. സാധാരണ നോർമലായിട്ട് നമ്മൾ ഷോറൂമിൽ വരുന്ന വൈറ്റ് കല്ലിനെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കണ്ടെയ്നറിനകത്തുള്ള 3-4 കല്ലുകളും വ്യത്യസ്തമായ റേറ്റിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. മെറ്റീരിയൽ 2-3 ദിവസത്തിനുള്ളിൽ ഷോറൂമിൽ എത്തിയ ഉടനെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. കാരണം ഇതുപോലെ മെറ്റീരിയൽസ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരി, പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്